മുഖ്യമന്ത്രിക്ക് നല്ല ഭാഷാശുദ്ധിയുണ്ട്. പക്ഷേ വർഗശത്രുക്കളോട് ഇടപെടുമ്പോൾ ആ ഭാഷാശുദ്ധി കാണില്ല. പിന്നിൽ നിന്ന് കുത്താൻ വന്നാൽ നേരിടുക തന്നെ ചെയ്യുമെന്നും പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ. കായംകുളത്ത് LDF തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു വിജയരാഘവൻ. പാർട്ടിയുടെ തീരുമാനപ്രകാരം ആ സ്ഥാനം കിട്ടാതെ പോയപ്പോൾ മരണം വരെ MLA ആകണമെന്ന അത്യാഗ്രഹത്തോടുകൂടി കോൺഗ്രസിന്റെ കൂട്ടത്തിൽ കയറി അവിടെ താമസിച്ച് തൊപ്പിയും വെച്ച് നടക്കുന്ന മനുഷ്യനെക്കുറിച്ച് എന്ത് വിശേഷണമാണ് നൽകേണ്ടത്? ആ വിശേഷണം തന്നെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി നൽകിയതെന്നും വിജയരാഘവൻ പറഞ്ഞു. ഒരഭിമുഖത്തിൽ ഒരു വ്യക്തിയെക്കുറിച്ച് അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെ സംബന്ധിച്ച് വിശദീകരിച്ചുകൊണ്ട് ഒരു പരാമർശം നടത്തി. ചിലപ്പോൾ നടത്തൂലേ? വളരെ മോശപ്പെട്ട പ്രവർത്തനം നടത്തിയാൽ 6 തവണ MLA ആയി, 6 തവണ മത്സരിച്ച് 4 തവണ MLA ആയി, 2 തവണ മന്ത്രിയായി, അത് അങ്ങനെയൊക്കെ കിട്ടിയതിന് ശേഷം നമ്മുടെ പാർട്ടിയുടെ തീരുമാനം അനുസരിച്ച് അദ്ദേഹത്തിന് ആ സ്ഥാനം കിട്ടാതെ പോയപ്പോ മരണം വരെ MLA ആവണം എന്ന ആ അത്യാഗ്രഹത്തോടുകൂടി കോൺഗ്രസിന്റെ പാളയത്തിൽ കയറി അവിടെ താമസം ഉറപ്പിച്ച് തലയിൽ ഒരു തൊപ്പിയും വെച്ച് നടക്കുമ്പോൾ ആ മനുഷ്യനെ കുറിച്ച് എന്ത് വിശേഷണമാണോ കൊടുക്കേണ്ടത് അത് തന്റെ വാക്കുകളിലൂടെ കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞപ്പോ എന്താ പറയുക? മുഖ്യമന്ത്രിക്ക് സംസ്കാരം ഉണ്ടോ? മുഖ്യമന്ത്രിക്ക് ഭാഷാശുദ്ധി ഉണ്ടോ? മലയാളം വരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന് ഭാഷാശുദ്ധി ഉണ്ടോന്ന്? മുഖ്യമന്ത്രി പിണറായി വിജയന് നല്ല ഭാഷാശുദ്ധി ഉണ്ട്. പക്ഷെ വർഗശത്രുക്കളെ കാണുമ്പോൾ ഭാഷാശുദ്ധി ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കിക്കോളും. അതില്ല, വർഗശത്രുവിനോട് ഭാഷാശുദ്ധി പണ്ടേ കമ്മ്യൂണിസ്റ്റില്ല. ഞങ്ങൾ ഒരിക്കലും ഒരാളെ കുറിച്ച് മോശമായിട്ട് പറയില്ല. ഒറ്റ ആളോട് മാത്രമേ പറയൂ. എന്താണ്? മുന്നിൽ നിന്ന് പോരാടാൻ വന്നവനെ ഭയപ്പെടാതെ കുതിച്ചു ഞങ്ങൾ പോകും, പിന്നിൽ നിന്ന് കുത്താൻ വന്നവനെ കൃത്യമായി നേരിടുക തന്നെ ചെയ്യും എന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാവുന്നില്ല. നേരിടുക എന്ന് പറഞ്ഞ പല തരത്തിലല്ലേ? അതിലൊന്ന് നല്ല ശുദ്ധ മലയാള ഭാഷാ പ്രയോഗം.